4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവരെ BJP പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നവരെയാണ് പ്രഖ്യാപിച്ചത്. അർജുൻ, ആരൊക്കെയാണ് പുതിയ ചുമതലയിലേക്ക് വരുന്നത്? ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നീക്കങ്ങളൊക്കെ എന്താണ്? പ്രതീക്ഷ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിൽ 2 കേന്ദ്രമന്ത്രിമാരാണ്. ഒന്ന് ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും. ഹരിയാനയിൽ ധർമ്മേന്ദ്ര പ്രധാൻ, അതുപോലെ തന്നെ രാജ്യസഭാ നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബിപ്ലബ് കുമാർ ദേവ്. ജാർഖണ്ഡിൽ ശിവരാജ് സിംഗ് ചൗഹാനും അതുപോലെ അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ പ്രഭാരിയായിട്ട് നിയമിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയെ തന്നെയാണ്. തീർച്ചയായും ഈ ഒരു പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5 കേന്ദ്രമന്ത്രിമാരുണ്ട്, ഒരു രാജ്യസഭാ MP ഉണ്ട്, ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഏറെ മുൻപ് തന്നെ ഏകദേശം സെപ്റ്റംബറിൽ പ്രഖ്യാപനം, ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറെ മുൻപേ തന്നെ പ്രഭാരികളെയും സഹപ്രഭാരികളെയും നിയമിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് അത് വേഗത്തിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്കാണ് എന്തായാലും നിലവിൽ പാർട്ടി കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി അവരെ കാത്തിരിക്കുന്നു എന്നൊരു ഭയമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലേറ്റ തിരിച്ചടി, ഒപ്പം തന്നെ സ്വതന്ത്ര MP-മാരടക്കം ഹരിയാനയിൽ BJP വിട്ടുപോകുന്നു. അവിടെ ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി ചുരുങ്ങിയ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ അധികാരം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യം മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒരുപോലെ BJPക്ക് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജാർഖണ്ഡ്, അവിടെ ജയവുമായിട്ടുള്ള ബന്ധങ്ങളും ED ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നു. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. വരാനിരിക്കുന്ന 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരെയാണ് BJP പ്രഖ്യാപിച്ചത്.